സർവമായ തിയേറ്ററിലെത്തിയതിന് പിന്നാലെ നിവിൻ പോളിയുടെ തിരിച്ചുവരവാണ് എന്ന തരത്തിലൊക്കെ പല റിവ്യൂസൊക്കെ പുറത്തു വരുന്നുണ്ട്. സിനിമ കണ്ടവരൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നതും. സർവമായ എന്ന നിവിൻ പോളി ചിത്രത്തിൽ കയ്യടി നേടിയിട്ടുള്ള കഥാപാത്രമാണ് പ്രേതം. സിനിമയുടെ പ്രൊമോഷനിലോ പോസ്റ്ററിലോ ഒന്നും നമ്മൾ കാണാത്ത ഒരാൾ. പ്രേതത്തെ പേടിയുള്ള സംവിധായകൻ അഖിൽ സത്യൻ ദുബായിലാണ് സിനിമയിലെ പ്രേതത്തെ പരിചയപ്പെടുത്തിയത്. ഇരുവരും സുരേഷ് വെള്ളിമുറ്റവുമായി സംസാരിക്കുകയാണ്. കാണാം. ക്രിസ്മസും പുതുവർഷവും അക്ഷരാർത്ഥത്തിൽ സർവമായ തൂക്കിയിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്നുള്ള പ്രതികരണം അതാണ് വ്യക്തമാക്കുന്നത്. സംവിധായകൻ അഖിൽ സത്യൻ. റിയയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, പിന്നീട് റിയയെ കുറിച്ച് പറയാം. ആദ്യം അഖിൽ സത്യനിലേക്ക്. തീർച്ചയായിട്ടും സന്തോഷം തന്നെ ആയിരിക്കും. സന്തോഷമാണ്. ഇത് ആക്ച്വലി ഈ മൊമെന്റ് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. റിയാലിറ്റി ആയെന്നുള്ളൊരു സത്യം ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. കുറച്ച് കാറെങ്കിലും എടുത്തിട്ടുള്ള ഒരു പടമാണ്. അപ്പോൾ അത് ഇങ്ങനെ തന്നെ ആയിരിക്കും അതിന്റെ ഫലം എന്ന് ഉറപ്പായിരുന്നു. എഴുത്തിലാണ് സമയം എടുത്തിട്ടുള്ളത്. ഷൂട്ടിംഗ് നമ്മൾ 6 മാസം കൊണ്ട് പടം തീർത്ത് റിലീസ് ചെയ്യാൻ പറ്റി. ജൂൺ 1 തുടങ്ങിയത് ശരിക്കും പ്രോപ്പറായിട്ട്. ഇപ്പോൾ ഡിസംബർ റിലീസ്. അത് ശരിക്കും ഒരു കുറഞ്ഞ കാലയളവാണ്. എഴുത്തിലാണ് സമയം എടുത്തത്. അത് പക്ഷേ നിവിൻ വൺസ് അതിനകത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യം വന്നു. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത് ഹിറ്റായിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ പടങ്ങളെ പോലെയല്ല. ഒരു ക്ലീൻ ഫാമിലി സിനിമയാണ്. ഒരു ഫാമിലി സിനിമ തിയേറ്ററിൽ റീച്ച് ചെയ്യുക എന്നുള്ളത് ഭയങ്കര വാലിഡേഷനാണ്. കാരണം കുറേ പേര് ഞാനടക്കമുള്ളവർ കണ്ടു വളർന്നിട്ടുള്ളത് അങ്ങനെ സിനിമകളാണ്. അപ്പോൾ അങ്ങനെ സിനിമകൾ തിരിച്ചു വരുന്നു തിയേറ്ററിലേക്ക് എന്നുള്ളത് ഭയങ്കര ഒരു സൈനാണ്. ഈ നിവിൻ അജു കോംബോ അതെങ്ങനെയാണ്? അജുവിനെ നിവിനാണ് സജസ്റ്റ് ചെയ്തത്. ആദ്യം ഞാൻ വേറൊരു കാസ്റ്റിംഗ് ആലോചിച്ചു. പക്ഷേ നിവിനാണ് പറഞ്ഞത് ഈ നമ്പൂരിയായിട്ട് അജു വരട്ടെ. നിവിനും അജുവിന്റെ കുറേ നാളായിട്ടുള്ള ഒരു കംബാക്ക് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വൺസ് അജു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ, ആസ് എ ഫ്രണ്ട്, ഞാൻ വളരെ ഹാപ്പി. ഈ സിനിമയിൽ നമ്മുടെ മുന്നിൽ ലക്ഷ്യമായിട്ട് എത്തുന്നത് റിയ ഷിബു ആണ്. പ്രേതമായിട്ട് എത്തുന്നത് ആ ചിരിയാണ് ഹൈലൈറ്റ്. ആക്ച്വലി ഐ തിങ്ക് കുറെ പേര് പറയുന്നത് ചിരിയിലാണ് കാസ്റ്റ് ചെയ്ത്. ചേട്ടാ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇനി പ്രേതം ഞാൻ ഇത് പുതിയതാണല്ലോ പ്രേതം ആദ്യം കേട്ടപ്പോ ഞാൻ എങ്ങനത്തെ DSC എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ ആക്ച്വലി ഇത് ഒരു റിയലിസ്റ്റിക് ഇതായിരുന്നു. മോസ്റ്റ്ലി റിയൽ ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, മോർ ദാൻ എ പ്രേതം. ഈ സിനിമയിൽ നമ്മൾ പോസ്റ്റർ കാണുമ്പോൾ, പ്രൊമോഷൻ കാണുമ്പോഴൊന്നും റിയയുടെ ഫോട്ടോ കാണുന്നു. സർപ്രൈസ് എലമെന്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ്. സോ ഇന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്ത് വരുന്നത്. ഇന്നാണ് നമ്മള് പ്രസ്സിൽ റിലീസ് ചെയ്തത്. സോ ഇനി തൊട്ടായിരിക്കും അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഓഡിയൻസിനെ കാണുമ്പോൾ ഫ്രഷ്നെസ് നമുക്ക് കളയാൻ പാടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ വലിയൊരു എക്സ് ഫാക്ടറാണ് റിയ. അതൊരു ട്രെയിലറിന്റെ ഫോർ ദ സേക്കിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. തിയേറ്ററിൽ അതിന്റെ പൂർണ്ണത കിട്ടാനായിട്ട് നമുക്കത് ചെയ്യേണ്ടി വന്നു. പക്ഷെ അതിന്റെ ഗുണം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. റിയ റാൻഡോ ആയിട്ടൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇന്റർവ്യൂ കാണണം. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസറുടെ ഇന്റർവ്യൂ. അപ്പോൾ മൂറ എന്നുള്ള സിനിമ റിയ ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ എഴുതിയ രൂപത്തിന്റെ എക്സാക്ട് മാച്ച് ആയിരുന്നു ആ കുട്ടി. അപ്പോൾ റിയയുടെ റീൽസ് എല്ലാം ഫോളോ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതിഗംഭീരമായിട്ട് ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ആളെന്ന് മനസ്സിലായി. നല്ല മിടിക്കാണ്, ജന്മന മിടിക്കാണ്. അപ്പോൾ റിയയുടെ ഫാദറിനൊക്കെ അറിയാം. ഞാൻ ഷൂചന വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച ഉടനെ റിയ പറയുന്നത് അഭിനയിക്കാൻ ചേട്ടാ, റെഡി ചേട്ടാ. ഞാൻ മലയാളമാണ്, എനിക്ക് വായിക്കാൻ അറിയാം ചേട്ടാ. മലയാളം വായിക്കാൻ അറിയാമെന്നുള്ള തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. കാരണം 21 വയസ്സിൽ പുറത്ത് വളർന്നൊരു കുട്ടി മലയാളം വായിക്കുന്നുള്ളത് തന്നെ എനിക്ക് ഭയങ്കര, ആസ് എ മലയാളം മീഡിയം ഗൈനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. തമിഴ് സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മള് തമിഴ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീരധീര സൂര്യനാണ് റീസെന്റ് ചെയ്തത്. അതിലാണ് ഞാൻ ഇൻവോൾവ് ആയത്. അതിന് മുമ്പേ നമ്മൾ തമിഴ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മലയാളം ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അഖിലിന്റെ പെയിൻ അറിയാം. അത് ഇനിഷ്യലി എനിക്ക് കുറച്ച് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഡയലോഗൊക്കെ തെറ്റിച്ചാൽ ഞാനിങ്ങനെ അയ്യോ അഖിൽ ചേട്ടാ പൈസ. പക്ഷെ അഖിൽ ചേട്ടൻ അതൊന്നും ആലോചിക്കേണ്ടെന്ന് പറയും. ബിക്കോസ് നമ്മളിപ്പോൾ ആക്ടിങ് ചെയ്യുമ്പോൾ എൻറ്റയർലി അതിൽ ഫോക്കസ് കൊടുത്ത് ആ ഇന്റൻഷൻ, ക്യാരക്ടറിന്റെ ഇന്റൻഷൻ അതൊക്കെ ഓർത്തായിരിക്കും ചെയ്യേണ്ടത്. സോ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ ഓവറോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും നോക്കുമ്പോൾ രാജീവേട്ടൻ സെറ്റിൽ ഇരിക്കുമ്പോൾ എപ്പോഴും ചിരിച്ചിരിക്കും. ബിജുവേട്ടനായാലും ചിരിച്ചിരിക്കും. വിനോദേട്ടൻ എനർജിയാണ് തീർച്ചയായിട്ടും ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നെന്നാണ് അഖിൽ നേരത്തെ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അഖിൽ ചേട്ടൻ എനർജി. അഖിൽ ചേട്ടൻ അതിലെ ക്യാപ്റ്റൻ. സോ അഖിൽ ചേട്ടന്റെ ആ ചിരിയും കോമഡിയും കാരണമാണ് നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നത്. കസിൻസ് ഒക്കെ കൂടിയിട്ട് ഒരു കളിക്കുന്ന പോലെ. അപ്പോൾ നിവിനായാലും ഞാൻ റിയാലും വീട്ടിലെ കുട്ടി പോലെയാണ്. വീട്ടിലെ പട്ടിക്കുട്ടിയാണ് റിയ. അപ്പോൾ അത്രയും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരാളാകുമ്പോൾ നമുക്ക് വേറെ എഫേർട്ട് ഇല്ല. ഒരു നായികയുടെ ഒരു ഭാരം ഒന്നുമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ വാ എന്ന് പറഞ്ഞ വരും, പോകുന്ന പോകും. ഇതാണ് ആ പടത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഈ സൗഹൃദം തന്നെയാണ് ആ പടത്തിലും പ്രതിഫലിക്കുന്നത്. ഏതായാലും വലിയ സന്തോഷം. നന്ദി. ഓൾ ദ ബെസ്റ്റ്. ഹാപ്പി ക്രിസ്മസ്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലും അഖിൽ സത്യനും റിയയ്ക്കും ഒപ്പം സുരേഷ് വെള്ളിമുറ്റം മാത്രം.